പ്രതീക്ഷിച്ചെന്ന് ജാനകി മിസ് ഇതിപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ളൊരു ചിത്രമായി. സുരേഷ് ഗോപിയുടെ മോൻ മാധവ് എന്തിനാണ് ഇട്ടിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും ഈ പേരിൻ്റെ പേരിൽ എന്തിനാണ് ഇത്രയും വിവാദം ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലാകുന്നില്ല. ആദ്യത്തെ ഭാഗം നല്ല സൂപ്പറായിരുന്നു. സർക്കാരിന് എതിരെ ഉള്ള ഒരു സിനിമയായിട്ട് തോന്നിയില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ എന്ത് സ്ത്രീകൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കാനായിട്ട് ഇവിടുത്തെ ഒരു നല്ലൊരു സിസ്റ്റമുണ്ട്. അങ്ങനെ പ്രവീൺ നാരായൺ സംവിധാനം ചെയ്ത സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും പ്രധാന ചേർന്ന JSK ഇന്ന് റിലീസായി രണ്ടാം ദിവസമാണ്. അപ്പം ആദ്യ ദിവസം സിനിമയ്ക്ക് ഒരു മിക്സഡ് റെസ്പോൺസിലായിരുന്നു. അപ്പോൾ രണ്ടാം ദിവസം ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിഞ്ഞും അറിയാതെ നാരായൺ പ്രശ്നം നമ്മൾ ചോദിക്കാം സിനിമ എങ്ങനെയാണെന്നുള്ളത്. സിനിമ കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ഒരു ആവറേജ് രീതിയിലാണ് പോകുന്നത്. പിന്നെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ മോൻ മാധവ് എന്തിനാണ് ഇട്ടിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വെറുതെയാണ്, ആ ക്യാരക്ടർ വേണ്ടായിരുന്നു. പിന്നെ തീം മ്യൂസിക് ഓക്കെ, സോങ്സ് ഒന്നും പോരാ. പിന്നെ പോസിറ്റീവ് സുരേഷ് ഗോപി, പഴയ ഫയറുണ്ട്. ഓക്കെയാണ്, വലിയ ഭീകരമായ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ മീൻസ് എന്താ പറയുക, സർക്കാരിനെതിരെ പറഞ്ഞേക്കുന്നുണ്ടായിരിക്കും ആ ഒരു കേസിൻ്റെ ഇത് കണ്ടിരുന്നു. അങ്ങനെ ഫീൽ ചെയ്യുന്നു. സുരേഷ് ഗോപി കുറച്ച് ക്ലീഷ ഫൈറ്റ് സീൻസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നി. ബാക്കിയെല്ലാം വെച്ച് ഓക്കെ. ഇതൊരു രാഷ്ട്രീയ ചിത്രമാണ്, വ്യക്തമായ രാഷ്ട്രീയം പറയുന്നൊരു സിനിമയാണ്. പിന്നെ ഒരു സ്ത്രീപക്ഷ സിനിമ എന്നൊക്കെ അവകാശപ്പെടാമെങ്കിലും അത്രത്തോളം ആയിട്ടില്ല. പിന്നെ ഒരു മന്ത്രി, ഒരു MP, ഒരു നായകൻ, ഒരു സിനിമാ നടൻ, മൂന്നും കൂടെ ക്ലബ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയുടെ അഭിനയവും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചർച്ചയാണ്. അത് പലപ്പോഴും പൊളിറ്റിക്സായിട്ട് മാറി അതൊരു ചായവിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. അത്രയും പ്രതീക്ഷിച്ചതിന് യാത്ര പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. റിലീസായപ്പം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം പറഞ്ഞ സിനിമ എന്നൊക്കെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അങ്ങനെയാണോ തോന്നിയത്? ഒരു പരിധിവരെ ശരിയാണ്. കാരണം അത് നമ്മൾ പ്രതീക്ഷിച്ചെന്ന് ജാനകി മിസ് ഇതിപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ളൊരു ചിത്രമായി വരികയും ജാനകിക്ക് അപ്പോൾ അതിനെതിരെ ഇങ്ങനൊരു സിനിമയുടെ പേര് വന്നപ്പോൾ ജാനകി എന്നുള്ള സിനിമ വന്ന സെൻസർ ബോർഡ് നിഷേധിക്കുകയൊക്കെ ചെയ്തപ്പോൾ വിചാരിച്ചു അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നുള്ളതാണ്. പക്ഷെ അതൊന്നും അല്ല, ഇത് ഒരു പൊളിറ്റിക്സ് തന്നെയായിരുന്നു ഇതിനകത്ത്. ആ സിനിമ വളരെ നല്ലൊരു സിനിമയായിരുന്നു. സുരേഷ് ഗോപി സാറിൻ്റെ അഭിനയം, അതേപോലെ സുധീഷിൻ്റെ അഭിനയം, പിന്നെ ബൈജുവിൻ്റെ അഭിനയം. പക്ഷേ നടിമാരുടെ അഭിനയം വളരെ ലോ ആയിപ്പോയെന്ന് തോന്നി. ഫേഷ്യൽ എക്സ്പ്രഷനും അതേപോലെ ഒരു എനർജി ലെവൽ ലോ ആയിപ്പോയെന്ന് തോന്നി. അത് ചിലപ്പോൾ പുതിയ അഭിനേത്രികളായതുകൊണ്ടായിരിക്കും. പിന്നെ അതുകൂടാതെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ഇടയിൽ ഒരു സ്ത്രീ വിരോധം ഉണ്ടാക്കുന്ന ഒരു കഥ പോലെ തോന്നിയത് എൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഒരു അഭിപ്രായമാണ്. ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ബാക്കി സിനിമ സുരേഷ് ഗോപിയുടെ അഭിനയവും ആ ഒരു അതെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപി സാറിൻ്റെ ഒരു നല്ലൊരു സിനിമ കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. അത് പക്ഷേ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു. ഈ ചേട്ടാ ഇന്നലെ സിനിമ റിലീസായപ്പം സർക്കാരിനെതിരെയുള്ള ഒരു സിനിമയാണെന്നൊക്കെ ഒരു അഭിപ്രായം വന്നു, അങ്ങനെ തോന്നിയോ കണ്ടിട്ട്? സർക്കാരിന് എതിരെ ഉള്ള ഒരു സിനിമയായിട്ട് തോന്നിയില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ എന്ത് സ്ത്രീകൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിക്കാനായിട്ട് ഇവിടുത്തെ ഒരു നല്ലൊരു സിസ്റ്റമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻ്റ് കൊടുത്താലും പിങ്ക് പെട്രോളിങ് പോലുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ കോർട്ടുകൾ ഇപ്പോൾ ഒരു കോർട്ടിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും സ്ത്രീകൾ പറയുന്നതാണ് അവർ മുഖവിലേക്ക് എടുക്കുന്നത്. അപ്പോൾ സർക്കാരിന് എതിരായിട്ടുള്ള ഒരു സിനിമയായിട്ടേ കാണാൻ പറ്റില്ല. കാരണം കേരളം പോലുള്ള ഒരു രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിൽ പലർക്കും പല പൊളിറ്റിക്സ് ആണല്ലോ. സുരേഷ് ഗോപിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ഭാഗം നല്ല സൂപ്പറായിരുന്നു. രണ്ടാമത്തെ ഭാഗം ആ ആദ്യത്തേൻ്റെ ഉള്ള ആ എഫക്റ്റ് രണ്ടാമത്തേതിൽ ഇൻ്റർവെല്ലിന് ശേഷം ഇല്ലാന്ന് തോന്നണല്ല. എല്ലാവരും നല്ല നല്ല അഭിനയമാണ്, ഇഷ്ടപ്പെട്ടു. സുരേഷ് ഗോപിയുടെ അഭിനയവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സുരേഷ് നല്ല ഉഗ്രൻ അഭിനയമാണ്. ഫാമിലിക്കെല്ലാം കാണാൻ പറ്റിയൊരു ഫാമിലിക്ക് കാണാം, കുഴപ്പമില്ല. ഇത്രയും ഈ പേരിൻ്റെ പേരിൽ എന്തിനാണ് ഇത്രയും വിവാദം ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലാകുന്നില്ല. സിനിമ തോന്നിയില്ല, സിനിമ അങ്ങനെ തോന്നിയില്ലല്ലേ? അങ്ങനെ വിവാദം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടെന്നോ എനിക്ക് തോന്നിയില്ല. നന്നായിട്ട് നല്ല സുരേഷ് ഗോപി എങ്ങനെ ഉണ്ടായിരുന്നു? തിരക്കഥ കൊള്ളാം, നന്നായി.